വ്യക്തികൾക്കെതിരെയല്ല ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കെതിരെയാണ് മത്സരമെന്ന് LDF നിലമ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി M സ്വരാജ്. കേരളത്തിലെ LDF സർക്കാരിന്റെ അംഗീകാരമായി തെരഞ്ഞെടുപ്പിലെ വോട്ട് മാറും. മതനിരപേക്ഷവാദികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് തുടർ ഭരണത്തിനുള്ളത് ഉതകുന്നതായിരിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി M സ്വരാജിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് M സ്വരാജ് വാർത്താസമ്മേളന ഹാളിലേക്ക് എത്തിയത്. നിലമ്പൂരിൽ LDF ഇടത് സ്വതന്ത്രരായും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കെതിരെയല്ല ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കെതിരെയാണ് മത്സരമെന്നും LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കും എതിരെയാണ്. ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട്, എന്താ ഗുസ്തിയൊന്നും അല്ലല്ലോ. ഇത് ചില നിലപാടുകൾ, ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ്. ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ, മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് LDF ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അഭിപ്രായം പറയുന്നവർ പോലും കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ LDF സർക്കാരിന്റെ അംഗീകാരമായി തെരഞ്ഞെടുപ്പിലെ വോട്ട് മാറുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ടെന്നും സ്വരാജ് വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കേരളം കൂടുതൽ അഭിവൃദ്ധിപ്പെടണം. അതിന് ഈ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടെ മുൻപോട്ട് പോകണം. അതിനാവശ്യമായ ഒരു വിധിയെടുത്ത് നിലമ്പൂരിലെ ജനങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. നിലമ്പൂരിന് PV അൻവറിൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസം സംരക്ഷിക്കാൻ അദ്ദേഹത്തിനായില്ല. പക്ഷേ LDF ജനങ്ങളുടെ ഭാവി മുൻനിർത്തിയാണ് മുന്നോട്ടു പോകുന്നതെന്നും M സ്വരാജ് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.